ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് എന്നുള്ള പേര് പോലും പലർക്കും കേരളത്തിൽ ഇഷ്ടമല്ല. പറയാൻ എന്തൊക്കെ യോഗി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു പരമപുച്ഛമാണ് ചിലത്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിമാരിലൊരാൾ യോഗിയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ, യോഗി ആദിത്യനാഥ്, ഇങ്ങനെയുള്ള പേരുകൾ പറയാതെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ പരാമർശിക്കാൻ പറ്റില്ല. ഇന്നലെ നിയമസഭയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഗംഭീര പ്രസംഗമുണ്ടായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ കണ്ടിരുന്നു പോകുന്ന, കണ്ടിരിക്കേണ്ടുന്ന, കേൾക്കേണ്ടുന്ന ഒരു പ്രസംഗം. ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ അയക്കാവുന്ന ആളാണ് യോഗി. ആ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. എല്ലാവരും കേട്ടിരുന്നു പോയി, എല്ലാവർക്കും വേണ്ടത് കൊടുത്തുകൊണ്ട് പോയൊരു പ്രസംഗമായിരുന്നു. അതിൻ്റെ അകത്ത് റിവീലിംഗ് ആയ, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ആരും എതിർത്തില്ല. കാരണം പ്രതിപക്ഷം മിണ്ടിയില്ല. കാരണം സമ്പല്ല് നടന്നത് ദേശീയ മുസ്ലിമും വിദേശി മുസ്ലിമും തമ്മിലുള്ള സ്പർദ്ധയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഹിന്ദു, അത് ചിത്രീകരിക്കുന്നത് ഹിന്ദു മുസ്ലിം തർക്കം ആണ് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞാണ് ചിത്രീകരിക്കുന്നത്. അല്ല, മുസ്ലിങ്ങളിലെ രണ്ട് വിഭാഗങ്ങളാണ് അവിടെ ഏറ്റുമുട്ടിയത്, വെടിവെച്ചത്. അതിപ്പോൾ നമ്മൾ പോലീസിന്റെ റിപ്പോർട്ടിൽ വന്നിരുന്നു. അമേരിക്കൻ നിർമ്മിതവും പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്നുണ്ടാക്കിയ തോക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. പോലീസിന്റെ വെടിയുണ്ടകളേറ്റല്ല ഈ 4 പേരും മരിച്ചത്. മാത്രമേ പോലീസിന്റെ ഉണ്ടായിരുന്നു, പെല്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. വെടിയേറ്റ് ഇന്നലെ ദേശാഭിമാനി എഴുതി പോലീസ് വെടിവെച്ച് കൊന്നു 5 പേര്. പോലീസിന്റെ ബുള്ളറ്റ് അല്ല അവരുടെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്തത്. അല്ല, കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ ഇവര് തോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാൻ. അതെ. അപ്പൊ അത് രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് കുറെ കാലമായിട്ട് തുടരുന്നത്. ഒരു വിഭാഗം തുർക്കി മുസ്ലിംസ് ആണ്, പത്താനാണെന്നും പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും തുർക്കിയിൽ നിന്ന് വന്ന മുസ്ലിം. ആ ഭാഗം പറഞ്ഞ് ഞാൻ വിശദീകരിക്കാം. അപ്പൊ യോഗിയുടെ പ്രസംഗത്തിലേക്ക് വരാം. അതെ, യോഗി പറഞ്ഞത് 1947 മുതൽ തന്നെ സമ്പലില് ഈ കലാപം നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ 209 പേർ ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 209 പേരോ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് 1978 അന്നാണ് 178 പേരോളം പല കലാപങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടത്. 1978. അത് വേറെ വിഷയമാണ്. ഈ നവംബർ 24 സർവേ ടീമിന്റെ കൂടെ പോയവര് കോടതി ഉത്തരവനുസരിച്ച് 2 തവണ പോയപ്പോൾ ശാന്തമായിരുന്നു. പിന്നെ പോയവർ ജയ് ശ്രീറാം വിളിച്ചത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു. അതിനെ തുടർന്നായിരുന്നു കലാപം എന്നാണ് പറയുന്നത്. പറഞ്ഞു പരത്തിയത്. ഞങ്ങൾ ഹിന്ദുക്കള് പരസ്പരം കാണുമ്പോൾ റാം 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 പറയും. പിന്നെ ആളുകൾ, ഞങ്ങൾ ഹിന്ദുക്കൾ മരിക്കുമ്പോൾ റാം നാം സത്യ ചിലപ്പോൾ പറയും. ജയ് ശ്രീറാം എന്ന് ഞങ്ങൾ വിളിച്ചു എന്ന് വരും. ഇതൊന്നും ഞങ്ങൾ വർഗീയതയായിട്ടല്ല കാണുന്നത്. പിന്നെ പത്താനികളും സിഖുകളും അവരുടെ മുൻഗാമികൾ ഹിന്ദുക്കളാണ്. അതായത് അവർ ഹിന്ദുക്കളായിട്ട് മതം മാറിയവരാണ് എന്ന് അവർ സത്യം പറയാറുണ്ട്. നിങ്ങളും അങ്ങനെയല്ലേ? ആ പ്രതിപക്ഷ ബെഞ്ചുകളോടൊക്കെ ചോദിച്ചു, യോഗി നിങ്ങളും ഇങ്ങനെയല്ലേ? മുമ്പ് ഹിന്ദുക്കളായിരുന്നില്ലേ നിങ്ങളുടെ പൂർവികർ? നിങ്ങൾ ആയിരുന്നില്ലേ? സമ്പൽ കലാപം ദേശീയ മുസ്ലിങ്ങളും വിദേശി മുസ്ലിങ്ങളും തമ്മിൽ നടന്നതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ MP സിയാവുർ റഹ്മാൻ ബർക്ക്, തുർക്കിയാണ്. അവിടുത്തെ MLA 2 SP സമാജ്വാദി പാർട്ടി. MLA ഇക്ബാൽ മഹമ്മൂദ്, അയാള് പത്താനും. അവര് തമ്മിലാണ് കലാപം നടക്കുന്നത്. ഇടയ്ക്ക് പറയട്ടെ, സിയാവുർ റഹ്മാന് നോട്ടീസ് കൊടുത്തിരിക്കുക. അയാൾ അവിടെ പൊതു റവന്യൂ ഭൂമി കയ്യേറി കെട്ടിടം വെച്ചിട്ടുണ്ട്. ഈ സിയാവുർ റഹ്മാന്റെ ബാപ്പയില്ലേ, അയാളും അവിടുന്ന് MP ആയിരുന്നു, ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ. അപ്പൊ ഈ ബർക്ക് എന്നും കൂടെ ഉണ്ട്. ബർക്ക് എന്ന് പറഞ്ഞ അപ്പൊ ഇവിടുത്തെ മുസ്ലിം അല്ലല്ലോ. അപ്പോ അതാണ് തുർക്കി മുസ്ലിമും മറ്റേ മുസ്ലിമും തമ്മില് ഷിയ സുന്നി കലാപമാണ് അവിടെ നടന്നത് എന്ന് യോഗി പിന്നീട് പറയുന്നുണ്ട്. അപ്പോ സുന്നികളും ഷിയകളും തമ്മിൽ ലക്നൌവിലും കലാപം നടക്കുന്നുണ്ട്, ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതാണ് സമ്പല്ലും നടന്നത്. അല്ലാതെ അത് ഹിന്ദു മുസ്ലിം
രണ്ടുപേരും തമ്മിലുള്ള ഏറ്റുമുട്ടലേ അല്ലായിരുന്നു. ഹിന്ദുക്കൾക്ക് ഒരു പങ്കും ഈ സമ്പൽ കലാപത്തിലില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അന്വേഷണ റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മാതാ പ്രസാദ് പാണ്ഡെ നേരിരിപ്പുണ്ടായിരുന്നു. ആ പാണ്ഡെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളൊരു ബ്രാഹ്മണനല്ലേ, നിങ്ങൾക്ക് പുരാണമൊക്കെ നന്നായി അറിയാവുന്നതല്ലേ, അതിൽ വിശ്വസിക്കുന്ന ആളല്ലേ നിങ്ങൾ? വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം, അതായത് കൽക്കി, അത് സംഭാലിലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആ ഐതിഹ്യവും പുരാണ കഥകളും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? സംഭലില് 2 മുസ്ലിങ്ങൾ തമ്മിൽ, വിഭാഗങ്ങൾ തമ്മിൽ തർക്കിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് കാര്യം? ജൂമ നമസിന്റെ സമയത്ത്, വെള്ളിയാഴ്ചത്തെ പ്രസംഗം, ജൂമ നമസിന്റെ സമയത്ത് നടന്ന പ്രസ്താവനകളാണ് ഈ 2 വിഭാഗം മുസ്ലിങ്ങളും തമ്മിലുള്ള അടിക്ക് കാരണം. മൈത്രി ആയിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഷിയ സുന്നി കലാപങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായതല്ലേ? സംഭലില് 1978 വൈശ്യ സമുദായത്തിലെ പണമിടപാടുകാരൻ്റെ കൈ, അയാൾ ആ കൈ കൊണ്ടാണ് പണം വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ആ കൈ വെട്ടിയില്ലേ? അത് ബൻവാരിലാൽ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു പേര്, പണമിടപാടുകാരൻ്റെ. നീ കൈ കൊണ്ടല്ലേ പണം വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് 2 കൈകളും വെട്ടിക്കളയത്. അത് കഴിഞ്ഞിട്ട് കഴുത്തും കണ്ടിച്ചിരുന്നു ഈ ബൻവാരിലാലിന്റെ. അങ്ങനെയാണ് കൊന്നു കളഞ്ഞത്. 2 കാലും വെട്ടി. അത്രയും ഡീറ്റെയിൽസേക്ക് പോയില്ല, പക്ഷെ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കൈയും കാലും വെട്ടിയിട്ട് എതിർദിശകളിലേക്ക് എറിയണം. ജോസഫ് മാഷിന്റെ വെട്ടിയത് അങ്ങനെയാണല്ലോ. ബാബർനാമയിൽ സംബൽ മസ്ജിദ് ഉണ്ടാക്കിയത് അവിടുത്തെ ഹരിഹർ ക്ഷേത്രം തകർത്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗി പറഞ്ഞു. മുസ്ലിം ഘോഷയാത്രയ്ക്ക് ഹിന്ദു വീഥികളിൽ കൂടി പോവാം, മൊഹല്ലയിൽ കൂടി. മൊഹല്ല എന്നാണ് പറഞ്ഞത്. മുസ്ലിം ഘോഷയാത്രയ്ക്ക് ഹിന്ദു മൊഹല്ലയിൽ കൂടി പോകാം. പക്ഷെ ഹിന്ദു ഘോഷയാത്രയ്ക്ക് മുസ്ലിം മൊഹല്ലയിൽ കൂടി പോകാൻ പറ്റില്ല. ഇതെന്ത് ന്യായമാണ്? 1976 മുതൽ ഇവിടെ സംഭലിൽ ഷിയ സുന്നി തർക്കങ്ങൾ നടക്കുന്നുണ്ട്, ലക്നൌവിലും നടക്കുന്നുണ്ട്. BJP സർക്കാർ വന്ന ശേഷമാണ് ഷിയ സുന്നി തർക്കം ഇല്ലാതായത്. അവർ തമ്മിലുള്ള തർക്കമായിട്ട് വന്ന് അടി കൊടുക്കും. അതെ. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടി മുസ്ലിം സമുദായത്തെയും ഭിന്നിപ്പിച്ചു, 2ആയിട്ട് അടിയും തുടങ്ങി അവര്. ഇത്രയും മറ്റേ യോഗി പറഞ്ഞല്ലോ. ഇനി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം പ്രീണനം ഗുണമില്ല എന്ന് കണ്ടിട്ട് SP 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുള്ളൂ. പഴയ പോലെ അവർ ചെയ്തിരുന്നില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേഷ് ഈ കുന്തർക്കി എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കുന്തർക്കി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടെ പക്ഷെ BJP ജയിച്ചു തവണ. ബാക്കി എല്ലാവരും 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി അവരെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു പോയിരുന്നു. അപ്പം ആ കുന്തർക്കി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അഖിലേഷ് യാദവ് ഈ മൊറാദാബാദിൽ അസ്ലം ഖാൻ്റെ വീട്ടിൽ പോയിരുന്നു. മൊറാദാബാദിൽ അസ്ലാം ഖാൻ ജയിലിലാണല്ലോ. അഖിലേഷ് യാദവ് വേണ്ടതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൊറാദാബാദിൽ അസ്ലം ഖാൻ്റെ മുലായം സിംഗ് യാദവിൻ്റെ വലിയ ചമച്ചയായിരുന്നു ഈ അസ്ലം ഖാൻ. റൈറ്റ് ഹാൻഡായിട്ട് നടന്നാണ്. അയാൾക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അവിടെ സ്വന്തമായിട്ട്. അയാളിപ്പോൾ തടവിലാണ്. അഖിലേഷ് ഇയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൊറാദാബാദിലെ SP വിഭാഗം ഇയാളുമായിട്ട് തർക്കിച്ച് വിഘടിച്ച് നിൽക്കുകയാണ് ഈ അഖിലേഷ് യാദവുമായിട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അഖിലേഷ് കെട്ടിയ പന്തലൊക്കെ അവർ പൊളിച്ചിരുന്നു മൊറാദാബാദിൽ. അവർ സ്വന്തം സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ ഈ കുന്തർക്കി ഉപതെരഞ്ഞെടുപ്പിൽ തോക്കെന്ന് വിചാരിച്ചിട്ട് ഇയാള് അസ്ലം ഖാന്റെ വീട്ടിൽ പോയി. അസ്ലം ഖാൻ ജയിലിലാണല്ലോ. അപ്പൊ റാംപൂറിൽ നിന്ന് നേരത്തെ MLA ആയിരുന്നു, പടിഞ്ഞാറൻ UP. അവിടെ മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്ന അസ്ലാം ഖാനെതിരായ കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നു.
കേസുകളൊക്കെ കള്ളക്കേസുകളാണ്, ഞങ്ങൾ പിൻവലിക്കും. ഇവിടുന്ന് പിൻവലിക്കാനാണ് ഇങ്ങനത്തെ കേസുകളൊക്കെ. എന്നിട്ട് റാലിയിൽ ഇത്തവണ സംസാരിച്ചിരുന്നു. യോഗിയുടെ ബാത്തേങ്കെ തോ കാട്ടേങ്കെ എന്ന് പറഞ്ഞ ഡിവൈഡഡ് വി ഫോൾ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിന് എതിർത്തിരുന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേഷ് അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്കെതിരെ യോഗി നീങ്ങുന്നു. അസ്ലം ഖാന്റെ മുഹമ്മദ് ജോഹർ യൂണിവേഴ്സിറ്റിക്കെതിരെ നീങ്ങുന്നു എന്നൊക്കെ പ്രസംഗിച്ചിരുന്നു അഖിലേഷ്. സീതാപൂർ ജില്ലാ ജയിലിൽ പോയിട്ട് ഈ അസ്ലം ഖാനെ കണ്ടു ഇയാള്. ഇപ്പൊ ആകെ ഈ ഷിയാ സുന്നി തർക്കം കാരണം SP വെള്ളത്തിലായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജയിലിൽ പോയി കണ്ടത്. BSP, AIMIM, ആസാദ് സമാജ് പാർട്ടി, ചന്ദ്രശേഖർ ആസാദിന്റെ ഇവരെല്ലാവരും SP മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞു. അസ്ലാം ഖാന് വേണ്ടി അയാളൊന്നും ചെയ്തില്ല എന്നൊക്കെ ഇവിടെ പ്രചാരണം നടത്തിയിരുന്നു. ആസാദ് പോയിട്ട് ഖാന്റെ മകൻ അബ്ദുള്ള അസമിനെയും കണ്ടിരുന്നു. ഈ ഒവൈസി ഖാനോട് ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങളുടെ പാർട്ടി ചേരെ, ഇനി നിങ്ങൾക്ക് നല്ലത് അതാണ് എന്നും പറഞ്ഞിരുന്നു. ഡിംപിൾ യാദവ്, സാധാരണഗതിയിൽ അവർ മര്യാദയ്ക്ക് സംസാരിക്കാറുള്ളൂ, അഖിലേഷ് യാദവിൻ്റെ ഭാര്യ, അവരും ഇത്തവണ പറഞ്ഞിരുന്നു കുംഭമേളയ്ക്ക് ഈ ഹലാൽ സംഗതിയൊക്കെ വിൽക്കുന്ന മുസ്ലിം ഷോപ്പുകളും പ്രയാഗ്രാജിൽ അനുവദിക്കണം എന്നവരിത് പ്രസ്താവന ഇറക്കിയിരുന്നു ഇത്തവണ, മുസ്ലിങ്ങളോട് വീണ്ടും റീച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. സമ്പൽ MP സിയാവുർ റഹ്മാന് ഈ രാജിവെച്ച ഒഴിവിലാണ് ഈ കുന്തർക്കി, ഇപ്പോൾ അയാൾ MP ആണല്ലോ സിയാവുർ റഹ്മാൻ, അയാൾ MLA ആയിരുന്നു കുന്തർക്കി. അയാൾ രാജിവെച്ച ഒഴിവിലാണ് ഈ കുന്തർക്കിയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് SP തോറ്റുപോയത്. BJPയുടെ രാംവീർ സിംഗ് ആണ് അവിടെ ജയിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പൊ SP നേരിടുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷിയൊക്കെ കൂടെയുള്ള മുസ്ലിങ്ങൾ ഭിന്നിച്ച് രണ്ടായി നിൽക്കുമ്പോൾ രണ്ടു കൂട്ടരും കൈയൊഴിക്കുകയാണ്. അതിലാണ് അപ്പോഴാണ് ഈ സുന്നി ഷിയ തർക്കം ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ സമ്പലില് രണ്ട് വിഭാഗത്തിനെയും കൂടി അടുപ്പിച്ചിട്ട് ഇതില് ഈ സുന്നികളെ എടുക്കാൻ നോക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത് അവിടെ. അതാണ് യോഗി ഇന്നലെ അസംബ്ലിയിൽ ഇതിപ്പോൾ ശരിക്കും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ കാണിക്കേണ്ടതാണ്, പക്ഷെ കാണിക്കത്തില്ലല്ലോ. ഒന്നാമത് യോഗിയാണ്, രണ്ടാമത് സമ്പലിൽ എന്താണ് നടന്നതിൻ്റെ യഥാർത്ഥ ചിത്രം ആൾ അറിയും. അത് രണ്ടും കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷ്വലും കാണിക്കത്തില്ല, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വാർത്തയും കൊടുക്കത്തില്ല. എവിടെയെങ്കിലും ഒരു സുന്നി തർക്കമാണെന്നുള്ള കാര്യം പറയേലേ, എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത യോഗി അങ്ങനെ പറഞ്ഞു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ട്വിസ്റ്റ് ചെയ്യാമെങ്കിൽ അത് മാത്രം പറയും. ഏതായാലും യോഗി നടത്തിയ പ്രസംഗം അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.